അപ്പോൾ നമ്മൾ ഇപ്പോൾ കേട്ടത് പ്രാർത്ഥന വിശ്വാസത്തിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു കാര്യം എങ്ങനെ പ്രാർത്ഥിക്കണം, എന്ത് പ്രാർത്ഥിക്കണം, ആരോട് പ്രാർത്ഥിക്കണം, എപ്പോൾ പ്രാർത്ഥിക്കണം, എവിടെ പ്രാർത്ഥിക്കണം, ഇങ്ങനെയുള്ള 5 കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ പ്രധാന ഒരു കാര്യമാണ് നമ്മൾ പഠിച്ചത്. നമ്മുടെ ഒരു ട്രഡീഷണലായിട്ടുള്ള എല്ലാ ബോധ്യങ്ങളെയും തകിടം മറിക്കുന്നതാണ് സത്യമായിട്ടുള്ള അവസ്ഥ പ്രാർത്ഥനയെ സംബന്ധിച്ച്. എന്താണ് സത്യമായിട്ടുള്ള അവസ്ഥ? പ്രാർത്ഥന മനുഷ്യനിൽ നിന്നല്ല, ദൈവത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. പ്രേയർ ബിഗിൻസ് ഫ്രം ഗോഡ്. അപ്പം ഈ ഒരു തത്വം മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രാർത്ഥന വളരെ എളുപ്പമാവുന്നുള്ളതാണ്. എളുപ്പം എന്ന് മാത്രമല്ല, പ്രാർത്ഥന ഒരു ലഹരിയാവും. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 5 ദിവസം മുഴുവനും ദിനരാത്രം ഏകാന്തമായിട്ടിരുന്ന് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ, ഇന്നും എനിക്കൊരു ചാൻസ് അങ്ങനെ കിട്ടുകയാണെങ്കിൽ ഐ വുഡ് പ്രിഫർ ദാറ്റ്. അപ്പോൾ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെക്കാളും ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് പ്രാർത്ഥന എന്ന മഹാവിസ്മയം എന്നുള്ള വാക്ക് നമ്മൾ കേട്ടു. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ ഒന്നുകൂടി അത് വായിക്കുകയാണ്. അവിടെ നിന്നാണ് ആദ്യം നമ്മെ തേടി വന്ന് നമ്മോട് ദാഹജലം ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഇത് കേൾക്കാതെ പുതിയതായിട്ട് വന്നേക്കുന്നവർ കൂടി പറയുകയാണ്, ഈശോ സമരിയാക്കാരിയെ അന്വേഷിച്ചു ചെന്നതും ഈശോ അവളോട് ചോദിക്കുന്നതും പ്രാർത്ഥനയുടെ വലിയ ഒരു രഹസ്യത്തിൻ്റെ അനാവരണമാണെന്ന് പറയണേ. ഈശോ അവളോട് ചോദിക്കുന്നു, ഈശോ പറയാണ്, എനിക്ക് ദാഹിക്കുന്നു. നമ്മെപ്പറ്റി ദൈവത്തിനുള്ള ആഗ്രഹത്തിൻ്റെ അഗാധതയിൽ നിന്ന് ഉയരുന്നതാണ് അവിടുത്തെ അഭ്യർത്ഥന. നാം മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും ദൈവത്തിൻ്റെ ദാഹവും നമ്മുടെ ദാഹവും തമ്മിലുള്ള സമാഗമമാണ് പ്രാർത്ഥന. ദൈവത്തിൻ്റെ ദാഹവും നമ്മുടെ ദാഹവും തമ്മിലുള്ള സമാഗമമാണ് പ്രാർത്ഥന. 2560. ഞാനതൊന്ന് ഇംഗ്ലീഷിലൊന്ന് വായിക്കാം. ചില കാര്യങ്ങൾ ഇംഗ്ലീഷിൽ എളുപ്പം മനസ്സിലാവും, എനിക്കും അങ്ങനെ തന്നെയാണ്. കാരണം 2560. ഞാൻ എപ്പോഴും അമേരിക്കയിൽ വരുമ്പോൾ 2-3 പുതിയ പുസ്തകം മേടിച്ചു കൊണ്ടുപോകും. എന്നിട്ട് നാട്ടിൽ ചെന്ന് അത് ആർക്കെങ്കിലും ഗിഫ്റ്റായിട്ട് കൊടുക്കും. കാരണം ഇത് നാട്ടിൽ കിട്ടില്ല. നാട്ടിലുള്ള പുസ്തകം ഇപ്പോൾ പുതിയത് പ്രിൻ്റ് ചെയ്യണത് ചെറുതാണ്, വളരെ വലിയ ഒരു പുസ്തകമാണ് ഈ കാറ്റഗിസത്തിൻ്റെ. ബട്ട് ദിസ് ഈസ് വെരി ബ്യൂട്ടിഫുൾ, വെരി ഹാൻഡി. അപ്പോൾ നിങ്ങൾ നാട്ടിൽ പോകുമ്പോൾ ഇവിടെ നിന്ന് ചക്കയും മാങ്ങ അങ്ങോട്ട് കൊണ്ടുപോകാണ്ട് ഇങ്ങനെയുള്ള വല്ല സാധനമൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കണം, നല്ലതാണ്. ചക്കയും മാങ്ങ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. അതുപോലെ തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ചക്കയും മാങ്ങയും കുറച്ച് കൊണ്ടുവരും, എന്നിട്ട് അതിന് പകരം കുറച്ച് ഈ കാറ്റഗിസം ഓഫ് കാത്തലിക് ചർച്ച്, ഇതൊന്നും ഇവിടെ കിട്ടില്ല. ഇത് നാട്ടിൽ നിന്ന് നിങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ ഓരോ ഭവനത്തിലും, എല്ലാ ഭവനത്തിലും ബൈബിൾ പോലെ തന്നെ ഈ കാറ്റഗിസം എന്ന പുസ്തകം ഉണ്ടാകണം. അപ്പോൾ നമ്മൾക്കത് വായിക്കും, പഠിക്കാം. ഇടയ്ക്ക് ചുമ്മാ തുറന്ന് നോക്കിയാൽ മതി, ഒരു പാരഗ്രാഫ് വായിച്ചാൽ മതി, നമ്മളങ്ങ് കത്തി ജ്വലിക്കുന്ന ഒരു അനുഭവമായിരിക്കും എന്നാണ് പറയണത്. അങ്ങനെയൊക്കെ ഞാൻ തന്നെ പഠിച്ചത്. ഇത് കഴിഞ്ഞ 16 വർഷമായിട്ട് ഞാൻ ഇത് ഉപയോഗിച്ച് വർക്കിംഗ് ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ എനിക്ക് ബൈബിൾ കോട്ട് ചെയ്യുന്ന മാതിരി കാറ്റഗിസത്തിൽ ഇന്നോട് തിന്നെഴുതിയേക്കണം, ഇന്നോട് തിന്നെഴുതിയേക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ബ്രദറെ കാറ്റഗിസത്തിൽ ഇത് എവിടെ എഴുതിയേക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ ഉടനെ നമ്പർ സഹിതം പറഞ്ഞു തരാറ്. അങ്ങനെ നമ്മളിതൊരു വർക്കിംഗ് മെറ്റീരിയലായിട്ട് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന ഒരു കാര്യമാണിത്. ഓക്കെ, സോ ഐ ജസ്റ്റ് റീഡ് ഇറ്റ് ഇൻ ഇംഗ്ലീഷ്. The wonder of prayer is revealed beside the well where we come seeking water. There Christ comes to meet every human being. It is He who first seeks us and asks us for a drink. Jesus thirsts. His asking arises from the depths of God's desire for us. Whether we realize it or not, prayer is the encounter of God's thirst with ours. God thirsts that we may thirst for Him. Okay.
ഇനി അടുത്ത പാരഗ്രാഫിൽ 2561 പഠിപ്പിക്കുന്നത്, നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ദാഹജലം തരികയും ചെയ്യുമായിരുന്നു. നമ്മുടെ യാചനാ പ്രാർത്ഥനകൾ ഒരു വിരോധാഭാസ രൂപേണ ഒരു മറുപടിയാണ്, ജീവിക്കുന്ന ദൈവത്തിൻ്റെ പരാതിക്കുള്ള മറുപടി. ജീവിക്കുന്ന ദൈവത്തിൻ്റെ പരാതിക്കുള്ള മറുപടി. You would have asked him and he would have given you living water. Paradoxically, our prayer of petition is a response to the play of the living God. എന്താണ് ആ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പരാതി എന്ന് പറഞ്ഞിട്ട് ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമുക്ക് സുപരിചിതമായിട്ടൊരു വചനമാണ്. ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു. കേട്ടിട്ടുണ്ടല്ലോ, എൻ്റെ ജനം 2 പാപം ചെയ്തു. എന്താണ് ആ 2 പാപം? ഒന്ന്, ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു. രണ്ടാമത്തെ എന്താ? അവർ വെള്ളം തരാൻ പറ്റാത്ത പൊട്ടക്കിണറുകൾ കുഴിച്ചു. ഇതാണ് ലോകത്തിൻ്റെ അവസ്ഥ. ഇന്ന് വിശ്വാസികളായ നിരവധി ആളുകളുടെയും മറ്റൊരു തരത്തിലുള്ള അവസ്ഥ ഇതാണ്. നമ്മളതിനെ കുറ്റപ്പെടുത്തുകയല്ല, വി ആർ ട്രൈങ് ടു അനലൈസ്. ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു. ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കുകയും ചെയ്യും. They have abandoned me, the source of the living water. They have forsaken me, the fountain of living waters, and hewn out cisterns for themselves, broken cisterns that cannot hold water. Prayer is the response of faith to the free promise of salvation and also response of love, the thirst of the only Son of God. നിത്യരക്ഷയെ സംബന്ധിച്ച സൗജന്യ വാഗ്ദാനത്തിനുള്ള വിശ്വാസത്തിൻ്റെ പ്രത്യുത്തരമാണ് പ്രാർത്ഥന. ഏകജാതന്റെ ദാഹത്തിനുള്ള സ്നേഹത്തിൻ്റെ പ്രത്യുത്തരമാണ്. ഓക്കെ, അപ്പം നമ്മൾക്ക് എളുപ്പം മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, കർത്താവ് ആരാണ്? ജീവജലത്തിൻ്റെ ഉറവയാണ്. ഈ ഉറവ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. അതായത് നമ്മളൊരു ഒരു 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 കിണർ കുഴിച്ചു എന്ന് എവിടം വരെ ചെല്ലണം? കിണർ കുഴിയൽ എവിടം വരെ ചെല്ലണം? ഉറവ കാണണം. ഉറവ കണ്ടു കഴിഞ്ഞാൽ പിന്നെ കുഴിക്കാൻ പറ്റില്ല, പിന്നെ കുഴിക്കണ്ട, പിന്നെ ഭയങ്കര സന്തോഷമായില്ലേ? ഉടനെ അവർ സാധനമൊക്കെ എടുത്തുകൊണ്ട് മുകളിലോട്ട് പോരണം, അല്ലെങ്കിൽ അവരും വെള്ളത്തിൽ ചിലപ്പോൾ മുങ്ങിപ്പോകും. ഉറവ കണ്ടു. ആ ഉറവ കണ്ടു കഴിഞ്ഞാൽ ആ ഉറവ ഒരിക്കലും അവസാനിക്കാത്ത, വറ്റാത്ത വെള്ളം ഇങ്ങനെ നിറഞ്ഞ് കിണറ്റിൽ തുളുമ്പുന്ന ഒരവസ്ഥ വരും. നമ്മൾ ആ യോഹന്നാന്റെ സുവിശേഷം 3:17 വായിച്ചിട്ടുള്ളത്, ദാഹിക്കുന്നവർ എൻ്റെ അടുക്കൽ വരുവിൻ, അവർ എന്നിൽ നിന്ന് കുടിക്കട്ടെ. എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? 7:37 7:37 എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്നും വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ. കേട്ടോ, ഇതാണ് ഈ വാക്കിന്റെ ഒരു ലിമിറ്റേഷൻ. ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും എന്നാണ് പറയുന്നത് ഇവിടെ. അരുവി എന്ന് പറഞ്ഞാൽ നമ്മളുടെ സാധാരണ മലയാളത്തിൽ അരുവി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ മനസ്സിലാക്കുക? നമ്മുടെ വീടിൻ്റെ അടുത്ത് കൂടി പോകുന്ന ഒരു തോട്ടിൽ കുറേശ്ശെ വെള്ളം പോകണു, ഇതല്ലേ അരുവി. പക്ഷെ ആ അർത്ഥത്തിലല്ല അവിടെ ആ വാക്കിൻ്റെ ഒറിജിനൽ മീനിങ്. ഇതാണ് ഈ പഠന വിഷയമാക്കണം എന്ന് പറയണത്. ഇപ്പം നിങ്ങളെല്ലാം പഠിക്കാനും പഠിപ്പിക്കാനും ആഗ്രഹമുള്ളവരാണ്. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കണം എന്നുള്ള, കുറച്ച് ഗ്രീക്ക് ലാറ്റിനൊക്കെ പഠിക്കണം എന്നല്ലാണ്, ഒരുപാടൊന്നും വേണ്ട, വെറും വാക്കിൻ്റെ അർത്ഥങ്ങൾ പഠിച്ചാൽ മതി, അതിൻ്റെ ഒറിജിൻ. അപ്പോൾ ബൈബിൾ പഠിക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ ആഴത്തിലേക്ക് പോകണമെങ്കിൽ, അപ്പോൾ ഇവിടെ തിയോളജിയൊക്കെ പഠിച്ചിട്ടുള്ളവർ ഒരുപാട് പേരുണ്ട്.
ചില നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ചില ബൈബിൾ വാക്കുകളുടെ മൂല അർത്ഥം, ആ മൂലം എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് എന്നെ വളരെയധികം സ്പർശിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഈശോ പറയാണ്, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന്, അത് എനിക്ക് ഹിന്ദിയിലാണ് എനിക്കത് മനസ്സിലായത് എളുപ്പം, അതാണ് പല ഭാഷകൾ പഠിക്കണമെന്ന് പറഞ്ഞത്. जो मुझ में विश्वास करता है उसका हृदय का अंतर स्थल से, അവന്റെ ഹൃദയത്തിന്റെ അന്തർസ്ഥൽ, उनका हृदय का अंदर स्थल से संजीवन जल की നദിയാം ബഹ നിക്കലേഗി എന്നാ പറയുന്നത്. അവിടെ നദി എന്നാണ് പറയുന്നത് കേട്ടോ. പക്ഷേ അതിന്റെ കറക്റ്റ് മീനിങ് ഇറ്റ് ഈസ് എ ഫൗണ്ടൻ, അതൊരു ഉറവയാണ്. അപ്പൊ ഉറവ എന്ന് പറഞ്ഞാൽ നദിയുമല്ല അരുവിയുമല്ല, അതൊരു സ്രോതസ്സാണ്, ഒരു സോഴ്സാണ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒന്നും വിശ്വസിക്കാൻ പറ്റുമോ? അതായത് പലരും ഇത് ആദ്യം ഞാൻ പറയുമ്പോൾ എനിക്ക് ഡിസ്പ്യൂട്ട് ചെയ്തത്, ഹൗ ക്യാൻ ഇറ്റ് ബി? ഗോഡ് ഹിംസെൽഫ് ഈസ് ദ സോഴ്സ്, ഹൗ ക്യാൻ യു ബിക്കം ദ സോഴ്സ്? നമുക്കും തോന്നൂലേ, സോഴ്സ് ദൈവമല്ലേ സോഴ്സ്. പക്ഷേ അതാണ് രഹസ്യം. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിന്റെ ഉറവ, അവന്റെ ഉള്ളിൽ നിന്ന് ഈ ഉറവ പുറത്തേക്ക് വരുന്നു. ഒരു രണ്ട് മെഴുകുതിരി, ചെറിയ മെഴുകുതിരി രണ്ടെണ്ണം കൊണ്ടുവരാമോ? ചെറിയ മെഴുകുതിരി തീപ്പെട്ടി കൊണ്ട്. അപ്പൊ നമുക്ക് ഉണ്ടാകേണ്ട വലിയ ഒരു കോൺസെപ്റ്റ്, നമ്മൾ വെറും ഒരു സാധാരണ മനുഷ്യരല്ല, നമ്മൾ മറ്റൊരു ക്രിസ്തുവാണ്. നമ്മൾ ആരാണ്? മറ്റൊരു ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ എന്ന് പറയണത്. യു ആർ സീയിങ് അനദർ ക്രൈസ്റ്റ്. അതാണ് വിശ്വാസത്തിന്റെ ഭാഷ. അങ്ങനെയുള്ള ആളെയാണ് പോടാ കഴുതേ പട്ടി പോത്തുന്നൊക്കെ നമ്മൾ പറയണത്. ഇതാണ് അതിന്റെ വേറൊരു വശം. ആ പോത്തിനോട് എത്ര പറഞ്ഞിട്ട് മനസ്സിലാവണില്ല. ചിലപ്പോൾ ചില നാടിൻ്റെ ഒരു ലാംഗ്വേജ് സ്റ്റൈലായിരിക്കാം, ഒന്നും ഉദ്ദേശിച്ചിട്ടൊന്നുമല്ല. പക്ഷേ മനസ്സിലാക്കണം, നമ്മൾ ഈ സംസാരിക്കുന്ന ആൾ മറ്റൊരു ക്രിസ്തുവാണ്. ഹീസ് അനദർ ക്രൈസ്റ്റ്. എങ്ങനെയാണ് ഹീസ് അനദർ ക്രൈസ്റ്റ്? അപ്പൊ ഇത് മനസ്സിലാക്കുമ്പോഴാണ് ഈ സ്രോതസ്, ലെറ്റ് മീ യൂസ് ദാറ്റ് വേർഡ്, സ്രോതസ്, ആ ഉറവ തന്നെ നമ്മളിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കട്ടെ. അതാണ്, ആ അർത്ഥത്തിലാണ് ഇതെല്ലാം ഞാൻ കോട്ട് ചെയ്തൊക്കെ പോകുമ്പോൾ ഒരുപാട് സമയമെടുക്കും. ഇതെല്ലാം ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ഈ പ്രബോധനത്തിൽ നിന്നാണ് ഞാൻ ഈ പറയണത് അധികവും. ഡൊമിനോം എറ്റ് വിവിഫിക്കാൻഡും എന്ന ഒരു ചാക്രിക ലേഖനമാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് ജോൺ പോൾ രണ്ടാമൻ നൽകിയിരിക്കുന്ന വലിയ മിസ്റ്ററീസ് ആണ് അതിനകത്ത് പറയുന്നത്. ദ ഇൻഎക്സോസ്റ്റബിൾ ഫോണ്ട് എന്ന് പറയുന്നത്, ഇൻഎക്സോസ്റ്റബിൾ ഫോണ്ട്, ഒരിക്കലും വറ്റാത്ത ഒരു ഉറവ, ദ ഇൻഎക്സോസ്റ്റബിൾ ഫോണ്ട്. അപ്പൊ ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ ദൈവം നൽകിയിരിക്കുന്ന ദ ഇൻഎക്സോസ്റ്റബിൾ ഫോണ്ട് ആണ്, ആ സോഴ്സ് ഓഫ് ലിവിങ് വാട്ടർ. ആ ഉറവ തന്നെ നമ്മളിലേക്ക് ഇങ്ങനെ ട്രാൻസ്പ്ലാന്റ് ചെയ്തിരിക്കുകയാണ്. ഒന്നുകൂടി വായിക്കാം. പെരുന്നാളിൻ്റെ അവസാന ദിവസത്തിൽ, എൻ്റെ അടുക്കൽ ദാഹിക്കുന്നെങ്കിൽ, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവർ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന്, വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന്, ഹൃദയിക്ക അന്തർ സ്ഥൽ സേ, ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ, ഉറവ ഒഴുകും. അവനിത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ്. അതുവരെ ആത്മാവ് നൽകപ്പെട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതാണ് ഈ യേശുവിൻ്റെ പരസ്യ പ്രഘോഷണ കാലഘട്ടത്ത് നടത്തിയ പ്രബോധനങ്ങൾ പൂർത്തിയാകുന്നത് പന്തക്കുസ്തായ്ക്ക് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോഴാണ്.
ആ കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത്. അതാണ് ഈശോ പറഞ്ഞത്, whoever is thirsty come to me. അതാണ് ഈശോ സമരിയാക്കാരിയോട് പറഞ്ഞത്, if you know the gift of God. ഓക്കെ, ഇതൊരെണ്ണം ഒന്ന് കത്തിച്ചേ. All right. Thank you. Whoever is, okay, ഈശോ സമരിയാക്കാരിയോട് പറഞ്ഞത് ഇതാണ്, if you know the gift of God. ദൈവത്തിൻ്റെ ദാനം എന്തെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ. എന്താ ദൈവത്തിൻ്റെ ദാനം? എന്താ ദൈവത്തിൻ്റെ ദാനം എന്ന് പറഞ്ഞ്? നമ്മൾ സാധാരണ പറയുന്നത് പരിശുദ്ധാത്മാവ് എന്നാണ്. ഓക്കെ, ബട്ട് ദാറ്റ് ഹോളി സ്പിരിറ്റ് ഈസ് എ പേഴ്സൺ ആൻഡ് ഹി ഈസ് ഗോഡ് ഹിംസെൽഫ്. അപ്പൊ എന്താ ദൈവത്തിന്റെ ദാനം? ദൈവത്തിന്റെ ദാനം ദൈവം തന്നെ. ദൈവത്തിന്റെ ദാനം ദൈവം തന്നെയാണ്. ഇഫ് യു നോ ദ ഗിഫ്റ്റ് ഓഫ് ഗാഡ്, ദൈവത്തിന്റെ ദാനം എന്തെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ, ആ ദാനമാണ് അവളുടെ മുമ്പിൽ നിൽക്കണേ. ആരാണത്? കർത്താവ് ഈശോ മിശിഹായും ആ ഈശോ മിശിഹ നൽകുന്ന the gift itself. So Holy Spirit himself is a gift, person, love എന്നാണ് പറയുന്നത്. Gift. He is person love. He is person gift. ഇത് പെട്ടെന്ന് ഞാൻ ഇതിനകത്ത് വേറൊരു സ്ഥലത്ത് ഇൻകാർണേഷൻ മിസ്റ്ററിയിൽ പറയുമ്പോൾ, ഇൻകാർണേഷൻ മിസ്റ്ററിയിലാണ് അതിൻ്റെ ആ വ്യക്തിത്വം. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. ഇപ്പൊ നമ്മൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രാവ്, അഗ്നി, പിന്നെന്താ പ്രതീകങ്ങള്, കാറ്റ്, വെള്ളം, ഒരുപാട് പ്രതീകങ്ങളുണ്ട്. പക്ഷെ ഈ പ്രതീകങ്ങളൊന്നും കൃത്യമായി ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്നുണ്ടോ? ഉണ്ടോ? അതാണ് മിസ്റ്ററി എന്ന് പറയുന്നത്, അതാണ് വിസ്മയനീയം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഇൻകാർണേഷനെ കുറിച്ച് പഠിപ്പിക്കുന്നിടത്ത് പരിശുദ്ധ പിതാവ് പറയുന്നുണ്ട്, ഇതിപ്പോൾ വളരെ എളുപ്പം മനസ്സിലാവും കേട്ടോ. ഇപ്പോൾ വളരെ എളുപ്പം മനസ്സിലാവുന്നത് എനിക്കിവിടെ അത് മനസ്സിലായത്. അതായത് മാതാവിൻ്റെ അടുത്ത് ഗബ്രിയേൽ മാലാഖ വന്ന് പറഞ്ഞു, നീ ഗർഭിണിയാകും. ഞാനത് എളുപ്പം കുറച്ചും കൂടി മനസ്സിലാവുന്ന ഭാഷയിൽ പറയാണ്. ഗർഭിണിയാകുമെന്ന് പറഞ്ഞപ്പോൾ മാതാവ് പറയാണ്, ഞാനൊരു വ്യക്തിയെ അറിയില്ലല്ലോ. ഐ എം ജസ്റ്റ് യൂസിങ് ദാറ്റ് വേർഡ്. ഞാനൊരാളെ അറിയില്ലല്ലോ. അപ്പോ ഗബ്രിയേൽ പറഞ്ഞു, എനിക്കറിയാം ഒരാള്, ആ ആളാണ് നിന്നെ ഗർഭിണിയാക്കാൻ പോണത്. അങ്ങനെ ചിന്തിച്ചോ, അതാരാ ആള്? ആ ആളാരാ? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. The Holy Spirit will overshadow you and you will be pregnant. പ്രഗ്നന്റ് ആക്കണത് കാറ്റുകൊണ്ടാണോ? വെള്ളം കൊണ്ടാണോ? പ്രാവ് കൊണ്ടാണോ? ഒരു സ്ത്രീ പ്രഗ്നന്റ് ആവുന്നത് ആരുകൊണ്ടായിരിക്കും? എ പേഴ്സൺ. He will be son of God. അപ്പോൾ ജോൺ പോൾ II ഈ ടീച്ചിങ്ങിലെ മനോഹരമായ ഒരു കാര്യമാണ്, ആ ഇൻകാർണേഷൻ മിസ്റ്ററിയിൽ ആണ് പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തിത്വത്തെ കൃത്യമായി നമുക്ക് മനസ്സിലാവുന്നത്. The Holy Spirit will overshadow you. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, നീ പുത്രനെ പ്രസവിക്കും, അവൻ ദൈവപുത്രനായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ദാറ്റ് പേഴ്സൺ ഹോളി സ്പിരിറ്റ്, അതങ്ങ് മനസ്സിലാകുമ്പോഴാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള വലിയ ഒരു രഹസ്യം നമ്മളിൽ അനാവരണം ചെയ്യപ്പെടും. നമ്മൾ ശക്തിയാണ്, ശക്തി പകരണേ, കാറ്റും, ഇതൊക്കെ നമ്മൾ പാടുന്നുണ്ടാകാം. പക്ഷേ ഇതെല്ലാം പാടിക്കോ? അതൊക്കെ അതിൻ്റെ കവിതാത്മകതയാണ്. പക്ഷെ നമ്മളിതെല്ലാം പാടുമ്പോൾ ഉള്ളിൽ വിശ്വസിക്കേണ്ടത് എന്താ? ഹീ ഈസ് ഗോഡ്, ഹീ ഈസ് ഗിഫ്റ്റ്, ഹീ ഈസ് ലവ് ആൻഡ് ഹീ ഈസ് എ പേഴ്സൺ. ആ പേഴ്സണാണ്
ഇപ്പോൾ നമ്മൾ മാമോദീസയെ കുറിച്ച് ഞാൻ പറയാം. മാമോദീസായിൽ നമ്മൾ മാമോദീസ തൊട്ടിലിൻ്റെ അടുക്ക കുഞ്ഞിനെ കൊണ്ടുവന്നു. നമ്മളായിരുന്നു ആ കുഞ്ഞ്. ആ കുഞ്ഞിനെ മാമോദീസ മുക്കുന്ന സമയത്ത് അവിടുത്തെ ആൽഫ ഒമേഗ എന്ന് എഴുതി വെച്ചിരിക്കുന്ന തിരി, ഇപ്പം നമ്മളുടെ പള്ളിയിൽ അങ്ങനെ ഉണ്ടാവില്ലായിരിക്കും സാധാരണ, ആ ക്രൈസ്റ്റ് ഈസ് ദ സിമ്പിൾ, അല്ലെങ്കിൽ തിരി, മെഴുകുതിരി ക്രൈസ്റ്റിൻ്റെ സിമ്പിളാണ്. ആ മെഴുകുതിരിയിൽ നിന്നും ഒരു മെഴുകുതിരി കത്തിച്ച് ഈ കുഞ്ഞിൻ്റെ കയ്യിൽ കൊടുത്തു. ഇല്ലേ? ഓ, ഇത് കത്താൻ കുറേ സമയം എടുക്കുന്നതാണ്. കുഴപ്പമില്ല. താങ്ക് യു. കണ്ടോ? ഈ തിരി കത്തിച്ച് കുഞ്ഞിൻ്റെ കൈ കൊടുത്തു. ഇവിടെയാണ് നമുക്കിനി വേണ്ട ഒരു നവീകരണം. നമ്മുടെ മാമോദീസ ആഘോഷം കുറച്ചുകൂടി ഒന്ന് അർത്ഥവത്താകണം. മാമോദീസയ്ക്ക് കള്ളുകൂടി പാർട്ടി ഫോറിനിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ നാട്ടിൽ പോയാണ് മാമോദീസ നടത്തുന്നത്. ഇല്ലേ? നാട്ടിൽ പോയി നടത്താം. നാട്ടിൽ ഇവിടെ നിന്നുള്ള നിങ്ങൾ നാട്ടിൽ മാമോദീസ നടത്താൻ പോകുമ്പോൾ എന്തൊക്കെ കൊണ്ടുപോകും പറയും? കൊച്ചിനെ തീർച്ചയായിട്ടും കൊണ്ടുപോകും. പിന്നെ എന്ത് കൊണ്ടുപോകും? പിന്നെ ഒരു ക്രേറ്റ് ജോണി വാക്കറും ശിവാശ്രീകളും, ക്രിസ്ത്യൻ ബ്രദേഴ്സ്, റെമി മാർട്ടിൻ, ഇതെല്ലാം കൊണ്ടുപോകണം. അല്ലെങ്കിൽ മാമോദീസ നടക്കില്ല. ഇല്ലേ? അപ്പം നാട്ടിൽ ഫോറിനിൽ നിന്ന് ഒരാൾ മാമോദീസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷണിക്കുമ്പോൾ തന്നെ വിചാരിക്കും എന്ത് ബ്രാൻഡാ കൊണ്ടുവന്നേക്കണേ. ഇങ്ങനെയുള്ള മേഖലകളാണ് നമ്മുടെ വിശ്വാസത്തെ തളർത്തുന്നത്. ഈ നാട്ടിൽ നിന്ന് മാമോദീസയ്ക്ക് പോയ ഒരാളുടെ കാര്യമാണ്. ആദ്യത്തെ കുഞ്ഞ് ജനിച്ചപ്പോൾ പറഞ്ഞു നാട്ടിൽ മാമോദീസ നടത്താം, അതുകൊണ്ട് ഇവിടെ നടത്താണ്ട് അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ രണ്ടാമത് ഗർഭിണിയായി. അപ്പോൾ പറഞ്ഞു ഇനി നമുക്ക് ഏതായാലും ഇപ്പം ഈ ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിൽ പോകാൻ പറ്റില്ലല്ലോ, രണ്ടുപേരെയും കൂടി ഒപ്പം മാമോദീസ നോക്കാം. അങ്ങനെ അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മൂന്നാമത്തെ ആളെയും ഗർഭിണിയായി. അങ്ങനെ ആ സഹോദരി എന്നോട് പറയാണ്, എൻ്റെ ബ്രദറെ, അതോടെ ഞാൻ കോലൊടിച്ചിട്ട് ഇനി ഒരിക്കലും ഞാൻ നാട്ടിൽ പോകില്ല. ഈ 3 മാമോദീസ ഒന്നിച്ച് നടത്തിയ ദിവസം എല്ലാവരും കള്ളിൽ കുളിച്ച് വൈകുന്നേരം ആയപ്പോഴേക്കും എല്ലാവരും തലകുത്തി നിൽക്കണം. തെറിപ്പാട്ട്. ഒരാളുടെ മുണ്ട് അവിടെ കിടക്കണം, ഒരാളുടെ ഷർട്ട് അവിടെ കിടക്കണം. ഇതായിരുന്നു മഹത്തായ ട്രിപ്പിൾ മാമോദീസയുടെ. ഇത് ഞാൻ പറയുമ്പോൾ ഞാനൊരു കളിയാക്കി പറയണതല്ല. ദിസ് ഈസ് റിയലി ദ ഏരിയ വെർ വി നീഡ് എ റിന്യൂവൽ. ഈ മാമോദീസയുടെ സെലിബ്രേഷൻ എന്താണെന്നും അതിൻ്റെ രഹസ്യം എന്താണെന്നും അറിയാതെ വെറും ഒരു ചടങ്ങാക്കി. അപ്പോൾ അച്ഛൻ കപ്പ്യാരോ, ഇത് സമയമായിട്ട് വേഗം, ഇവിടെ ആളെ കാണുന്നില്ലോ, വേഗം വായു, ഇത് കഴിഞ്ഞിട്ട് ഉടനെ ഒരു കല്യാണം ഉണ്ട്, വേഗം വാ. ഓക്കെ, 10 മിനിറ്റ് ഉള്ളൂ, കല്യാണം ഉണ്ട് വേറെ. ശരിയല്ലേ? ഇപ്പം എന്ത് ചെയ്യാൻ? കപ്പ്യാരോ ഉടനെ വന്നിട്ട് നീ ഇവിടെ നിന്ന് ആ തിരി അവിടെ, ആ പുസ്തകം അവിടെ, ആ വെള്ളത്തുണി അവിടെ, ഇവിടെ അച്ഛോ മുക്ക്, മുക്കി ഈ തിരി പിടിച്ചോ, ആ കൊച്ചിൻ്റെ വെള്ളത്തുണി എടുത്ത് ആ വെള്ളത്തുണി പിടിച്ചോ, കഴിഞ്ഞ് മാമോദീസ കഴിഞ്ഞു, അവിടെ പോയിട്ട് എഴുതി ഒപ്പിട്ട് പോകണം. ഓക്കെ. കപ്പ്യാരാണ് വാസ്തവത്തിൽ അച്ഛനേക്കാൾ കൂടുതൽ മുഖ്യ കാർമ്മികൻ അവിടെ. ക്ഷമിക്കണം കേട്ടോ ഇവിടെ കപ്പ്യാരന്മാരോട്. ഇതൊക്കെയാണ് നമ്മൾ നവീകരിക്കേണ്ട കാര്യം. ഈ കാറ്റഗിസത്തിൽ മാമോദീസയെക്കുറിച്ച് 100ഓളം ആർട്ടിക്കിളുണ്ട്. അതിനകത്ത് പ്രസക്തമായിട്ടുള്ള ഒരു 10 കാര്യമെങ്കിലും ചുമ്മാ കോപ്പി ചെയ്ത് ഒരു പേപ്പറിൽ പ്രിന്റ് ചെയ്തിട്ട് അന്നൊന്ന് വായിക്കുക. എന്താണ് ഈ മാമോദീസ? ഇവിടെ എന്ത് നടക്കുന്നു? എന്താണ് ഈ തിരിയുടെ അർത്ഥം? എന്താണ് ഈ വെള്ളത്തുണിയുടെ അർത്ഥം? എന്താണ് അവിടുത്തെ പ്രതീകങ്ങളുടെ അർത്ഥം? ഓക്കെ, അപ്പോൾ നോക്കിയേ, ഇതാണ് ഈശോ മിശിഹാവുന്ന ലോകത്തിൻ്റെ പ്രകാശമാവുന്ന ഈശോ. ഈ ഈശോയിൽ നിന്നും ഈ തിരി കത്തിച്ച് ഈ കുഞ്ഞിൻ്റെ കൈ കൊടുത്തിട്ട് പറയാണ്, ഇനി എന്താ പറയണേ? നീ ലോകത്തിൻ്റെ പ്രകാശമാകും. ഇത് നമുക്കെല്ലാം കിട്ടിയോ ഇല്ലയോ? കിട്ടിയോ? ഇത് നോക്ക്, ഇത് തമ്മിൽ വല്ല വ്യത്യാസമുണ്ടോ? ഇത് കർത്താവ് ഈശോ മിശിഹ, ആ ഈശോ മിശിഹായിൽ നിന്നും ഇത് മാമോദീസാർത്ഥിയാകുന്ന ശിശു, നമ്മൾ ഓരോരുത്തരും നമ്മളാകുന്ന ആ ശിശുവിലേക്ക് ഈ പ്രകാശം പരന്നപ്പോൾ ഈശോ എത്രത്തോളം പ്രകാശം നൽകി? ഹൗ മച്ച് ഹി ഹാസ് ഗിവൺ? ഹാഫ് ഓർ ഫുൾ? ഫുൾ.
rather he cannot give half. He cannot. ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിന് അസാധ്യമായിട്ടുള്ള ഒന്നിതാണ്. He cannot give half. He cannot give half. ഈ പ്രകാശത്തിൽ നിന്ന് പകുതി തരാൻ പറ്റുമോ? ഇല്ല. Only he can give full. അപ്പൊ ഇതാണ് അടിസ്ഥാനപരമായിട്ട് നമ്മൾ പറയേണ്ടത്. അപ്പൊ ഇതിന്റെ വേറൊരു വേർഷനാണ് ഇപ്പൊ നമ്മൾ കുർബാനയിൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ പ്രസാദപരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും ഉച്ചത്തിൽ പറഞ്ഞ് സമ്പൂർണമാകട്ടെ. ഫുൾനെസ്. നമ്മൾ ഈ കുർബാന എല്ലാ കൂദാശയിലും, മാമോദീസായിലും, സ്ഥൈര്യലേപനത്തിലും, കുമ്പസാരത്തിലും, വിശുദ്ധ കുർബാനയിലും നമ്മൾക്ക് ലഭിക്കുന്നത് ഫുൾനെസ് ആണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, വിശ്വസിക്കുന്നവന്റെ ഹൃദയക്ക അന്തർസ്ഥലസേ സഞ്ജീവൻ ചെൽക്ക നദിയാം ബഹനിക്കലേക്ക്. വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നും ജീവജലത്തിന്റെ ഉറവ ഒഴുകും എന്ന് പറയുന്നത് the source itself എന്ന് മനസ്സിലാക്കണം. the source itself. the source itself is, ഇപ്പൊ കണ്ടോ, ഈ സോഴ്സ് ഇല്ല ഇപ്പൊ ഈ കുഞ്ഞില്. ആദ്യമായിട്ട് കുഞ്ഞ് മാമോദിസയ്ക്ക് വന്നിരിക്കുന്നു. ആ കുഞ്ഞിലേക്ക് എന്താ ഇപ്പൊ പകരാൻ പോകുന്നത്? എന്താ പകരാൻ പോകുന്നത്? the source itself. ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റില്ല പെട്ടെന്ന്. എന്താ ഈ പറയണത്? കർത്താവ് ഈശോ മിശിഹാ മുഴുവനായിട്ട് നമ്മളിലേക്ക് വന്നിരിക്കുന്നോ? മാത്രമല്ല പരിശുദ്ധാത്മാവും, മാത്രമല്ല പിതാവും. ഇങ്ങനെ ഇതാണ് വിശ്വാസം എന്ന് പറയുന്നത്. അപ്പൊ വിശ്വാസം എന്ന് പറയുമ്പോൾ സഹവാസം എന്നാണ് അർത്ഥം. വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ ഈ ത്രിത്വൈക ദൈവം വസിക്കുന്നു. ഓക്കെ. അപ്പോ ഇങ്ങനത്തെ ഒരു വിശ്വാസത്തിൽ നമ്മിൽ ത്രിത്വം വസിക്കുന്നു എന്നതും ഈ പരിശുദ്ധാത്മാവ് മുഴുവനായിട്ട് തമ്മിൽ വസിക്കുന്നു എന്നുള്ള ആ വിശ്വാസമാണ് സർവത്തിൻ്റെയും ഉറവിടം. ഇനി സിസിസിയിലെ 2565 അത് കഴിഞ്ഞിട്ടുള്ള ആ ചാപ്റ്ററിൻ്റെ അവസാനം പ്രാർത്ഥനയെക്കുറിച്ച് തന്നെയുള്ള ഈ കാര്യമാണ്. അനന്ത നന്മയായ, അല്ലെങ്കിൽ അതിന് മുമ്പുള്ള ഒരെണ്ണം വായിക്കാം. ക്രൈസ്തവ പ്രാർത്ഥന ദൈവവും മനുഷ്യനും തമ്മിൽ ക്രിസ്തുവിലുള്ള ഉടമ്പടി ബന്ധമാണ്. ഇപ്പം ഇത് മനസ്സിലാക്കണം. ഉടമ്പടി നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. എന്താണ് ഉടമ്പടി ബന്ധം? പ്രയർ ഈസ് എ കവനന്റ് റിലേഷൻഷിപ്പ്. എല്ലാ മതങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ ക്രിസ്ത്യൻ പ്രയർ ഈസ് ടോട്ടലി ഡിഫറെന്റ് ദാൻ അതർ റിലീജിയൻ പ്രയർ. മറ്റു റിലീജിയനിൽ ഇപ്പൊ മുസ്ലിങ്ങൾ എന്തോരം ഭക്തിയോടെ പ്രാർത്ഥിക്കുന്നു, ഹിന്ദുക്കൾ എന്തോരം പ്രാർത്ഥിക്കുന്നു, പക്ഷെ വാട്ട് ഈസ് ദ ഡിഫറൻസ്? ഇറ്റ് ഈസ് നോട്ട് എ ഉടമ്പടി, ഇറ്റ് ഈസ് നോട്ട് എ കവനന്റ് റിലേഷൻഷിപ്പ്. എന്താണ് ഉടമ്പടി ബന്ധം എന്ന് പറഞ്ഞാൽ? അത് ദൈവത്തിൻ്റെയും മനുഷ്യന്റെയും ഉടമ്പടി ബന്ധമാണ്. അത് ദൈവത്തിൻ്റെയും മനുഷ്യന്റെയും പ്രവൃത്തിയാണ്. പരിശുദ്ധാത്മാവിൽ നിന്നും നമ്മിൽ നിന്നും പുറപ്പെടുന്നതും മനുഷ്യനായി തീർന്ന ദൈവപുത്രന്റെ മാനുഷിക മനസ്സുമായിട്ടുള്ള ഐക്യത്തിൽ പിതാവിങ്കിലേക്ക് പൂർണ്ണമായി തിരിയുന്നതുമാണ്. അതിന് എളുപ്പം മനസ്സിലാക്കാൻ വേറൊരു വിധം പറയാം. ഉടമ്പടി, കവനന്റ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വിവാഹ ഉടമ്പടി ഒന്ന് ചിന്തിച്ച്. എന്താണ് വിവാഹ ഉടമ്പടി എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് എ കവനന്റ്? മാരേജ് കവനന്റ്. എന്ത് സംഭവിക്കുന്നു മാരേജ് കവനന്റ്? എന്താ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്? ഞാൻ അധികം ചോദിക്കുന്നില്ല. കവനന്റിന്റെ അർത്ഥം എന്താണെന്ന് ആരെങ്കിലും ഒന്ന് പറയാമോ? വാട്ട് ഈസ് എ കവനന്റ്? എന്താ വാട്ട് ഈസ് എ കവനന്റ്? ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അല്ല, പെട്ടെന്ന് വരുന്ന ഉത്തരം എല്ലാവരും ഇത് തന്നെ, കോൺട്രാക്ട്. നമ്മൾ ഇപ്പൊ ഇവിടെ ബിൽഡിംഗ് പണിയാൻ കോൺട്രാക്ട് കൊടുത്തു. ബിൽഡിംഗ് പണി കഴിഞ്ഞപ്പോൾ കോൺട്രാക്ട് തീർന്നില്ലേ? വാട്ട് ഈസ് എ കവനന്റ്? ലൈഫ് ലോങ് കോൺട്രാക്ട്. ഓക്കെ. അപ്പോ ഇതൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്. കവനന്റ് ഇങ്ങനെ പറഞ്ഞാൽ
എ കവനന്റ്. ഇപ്പം ഞാൻ എൻ്റെ ഭാര്യയുമായിട്ട് ഒരു കവനന്റ് വന്നു എന്ന് പറഞ്ഞാൽ, എൻ്റെ വിവാഹ ഉടമ്പടിയിൽ എന്ന് വന്നു എന്ന് പറഞ്ഞാൽ, എൻ്റെ ജീവൻ ഞാൻ അവൾക്ക് കൊടുത്തു. ഐ ഗേവ് മൈ ലൈഫ് ആൻഡ് ഷീ ഗേവ് ഹെർ ലൈഫ്. അങ്ങനെ ഈ രണ്ട് ജീവൻ തമ്മിൽ ഒന്നാകുന്നതാണ് കവനന്റ്. എ കവനന്റ് ഈസ് എ മിംഗ്ലിംഗ് ഓഫ് ടു ലൈഫ്. അതാണ് ഈശോ നൽകിയത്. ദിസ് ഈസ് ദ ന്യൂ കവനന്റ്. ടേക്ക് ദിസ് ആൻഡ് ഡ്രിങ്ക് ദിസ്. ദിസ് ഈസ് മൈ ബ്ലഡ് എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് മൈ ലൈഫ്. ബ്ലഡ് ഈസ് ദ എസെൻസ് ഓഫ് ലൈഫ്. ആരിലും ബ്ലഡ് വാർന്നു പോയി കഴിഞ്ഞാൽ ലൈഫ് കഴിഞ്ഞു. സോ ബ്ലഡ് മീൻസ് ലൈഫ്. ദിസ് ഈസ് മൈ ബ്ലഡ്. ദിസ് ഈസ് മൈ ബോഡി ആൻഡ് മൈ ബ്ലഡ് എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് മൈ ലൈഫ്. ഐ ഗിവ് ടു യു ടു ബി മിംഗിൾഡ് വിത്ത് യുവർ ലൈഫ്. ദിസ് ഈസ് ദ ന്യൂ കവനന്റ്. അപ്പോൾ ഉടമ്പടി എന്ന് പറയുമ്പോൾ തന്നെ പ്രാർത്ഥനയുടെ വലിയ ഒരു തലത്തിൽ നമ്മൾ വന്നു കഴിഞ്ഞു. നമ്മളൊരു ഉടമ്പടി ബന്ധത്തിലാണ്. അതാണ് നമ്മളിപ്പോൾ ഇവിടെ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ വന്നു. വേറെ ഇപ്പം ചിലർ അയ്യപ്പന്മാര് എന്തോരം ഉപവസിച്ച് തപസ്സെടുത്ത് അവർ മലയിൽ പ്രാർത്ഥിക്കാൻ പോകുന്നു. പക്ഷേ അവരൊരു ഉടമ്പടി ബന്ധത്തിന്റെ ബേസിസിലല്ല അവിടെ പോകുന്നത്. പ്രാർത്ഥിച്ചു, കിട്ടിയാ കിട്ടി എന്തെങ്കിലും. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കാൻ വരുന്നത് ബിഫോർ വി പ്രേ വി നോ വി ആർ ഓൾറെഡി റിസീവിങ് ഇറ്റ്. നമുക്ക് ഒരു ഉടമ്പടി ബന്ധമാണ്. ടേക്ക് ദിസ്. നമ്മൾ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ നമ്മളിവിടെ മുട്ടുകുത്തുമ്പോൾ കർത്താവ് ഇങ്ങോട്ട് വെച്ച് നീട്ടുകയാണ്. ടേക്ക് ദിസ്. ദിസ് ഈസ് മൈ ബോഡി ആൻഡ് ദിസ് ഈസ് മൈ ബ്ലഡ്. ടേക്ക് ദിസ്. ദിസ് ഈസ് ദ ന്യൂ ആൻഡ് എവർലാസ്റ്റിംഗ് കവനന്റ്. ഇപ്പൊ നിങ്ങൾക്ക് ഇത് വേണോ എന്നുള്ളവരൊന്ന് കൈ നീട്ടിയേ. ജസ്റ്റ് സ്ട്രെച്ച് യുവർ ഹാൻഡ്. അങ്ങനെയല്ല, കൈ യാചനാ രൂപത്തിൽ നീട്ടു. അപ്പൊ ഈ യാചനയാണ് നമ്മുടെ പ്രാർത്ഥന. ഒന്ന് നീട്ടി ഇങ്ങനെ നീട്ടുന്നു. ഇങ്ങനെ നീട്ടുമ്പോൾ ഇത് പ്രാർത്ഥനയാണ്. പക്ഷെ ഇപ്പൊ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ എന്ത് ബോധ്യത്തോടെ പ്രാർത്ഥിക്കുന്നത്? യു ആർ റിസീവിങ് ഇറ്റ്. യു ആർ ഓൾറെഡി റിസീവിങ് ഇറ്റ്. കേട്ടോ, ഇത് പൂർണ്ണമായിട്ട് ഈശോ നിങ്ങളുടെ അടുത്തേക്ക് വെച്ച് നീട്ടുന്നതിനെ സ്വീകരിക്കുന്നതാണ് പ്രാർത്ഥന. താങ്ക് യു. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, വെൻ യു പ്രേ ബിലീവ് ദാറ്റ് യു ഹാവ് ഓൾറെഡി റിസീവ്ഡ് ഇറ്റ്. അപ്പോൾ പ്രെയർ എന്നത് ഒരു ഉടമ്പടി ബന്ധമാണ്. ഇറ്റ്സ് എ കവനന്റ് റിലേഷൻഷിപ്പ്. ഇറ്റ് ഈസ് ഡിഫറെന്റ് ദാൻ ഓൾ അതർ റിലീജിയൻ പ്രെയർ. ക്രിസ്ത്യൻ പ്രെയർ ഈസ് ഡിഫറെന്റ് ദാൻ ഓൾ അതർ റിലീജിയൻ പ്രെയർ ബിക്കോസ് ഇറ്റ് ഈസ് എ കവനന്റ് റിലേഷൻഷിപ്പ്. അപ്പോൾ കവനന്റ് റിലേഷൻഷിപ്പ് ഒന്നുകൂടി മനസ്സിലാക്ക്. നമ്മൾ ഒരു വിവാഹ ഉടമ്പടി എന്ന് പറഞ്ഞാൽ, when I marry, I gave my life to my wife and she gave her life to me and we entered into a covenant. Our life mingled. Now I cannot separate. അതുകൊണ്ടാണ് in Christian marriage there is no divorce. ആൾക്കാർ ഡൈവോഴ്സ് എന്നൊക്കെ പറയുന്നുണ്ട്. Actually there is no divorce. A marriage cannot be divorced because that is already a covenant. It's a irrevocable covenant. മാരേജ് ഒരു ഇറിവോക്കബിൾ കവനന്റ് ആണെങ്കിൽ, അതേ സമയത്ത് ഏതെങ്കിലും ഒരു പാർട്ടി മരിച്ചാൽ ദ അതർ പാർട്ടി ക്യാൻ മാരി അനദർ പേഴ്സൺ. ദാറ്റ് പേഴ്സൺ ഈസ്, ആ വ്യക്തി അതിൽ നിന്നും ആ കവനന്റ് റിലേഷൻഷിപ്പിൽ നിന്ന് ഫ്രീ ആയി. അതേ സമയത്ത് ദൈവവുമായിട്ടുള്ള ഉടമ്പടിയിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഈ ഉടമ്പടി കൂടുതൽ ശക്തമാകുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ മരിച്ചു എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതം ക്രിസ്തുവിൽ കൂടുതൽ ഉടമ്പടി ബന്ധത്തിലേക്ക് നീങ്ങുന്നു, എറ്റേണലായി മാറിയിരിക്കുന്നു. അപ്പോൾ എറ്റേണൽ കവനന്റ് ആണ് നമ്മുടെ പ്രെയർ. എ ക്രിസ്ത്യൻ പ്രെയർ കംസ് ഫ്രം എ എറ്റേണൽ കവനന്റ്. അപ്പോൾ ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു എറ്റേണൽ കവനന്റ് വിച്ച് ബിഗാൻ ഹിയർ. അപ്പോൾ ആ എറ്റേണൽ കവനന്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മളെ വിട്ടുപോകാത്ത ഒരു ഉടമ്പടി ബന്ധം, ഒരു ബ്ലഡ് റിലേഷൻഷിപ്പ്. അതാണ് ആ വെള്ളത്തിൽ വീഞ്ഞ് ചേർക്കുന്നതും, വെള്ളത്തിൽ അല്ലെങ്കിൽ വീഞ്ഞിൽ ഒരു തുള്ളി വെള്ളം ചേർക്കുന്നു. എന്താണത്? കവനന്റ് ആണത്. ഈ വീഞ്ഞിൽ ചേർത്ത ഈ ഒരു തുള്ളി വെള്ളത്തെ
ഇനി അതിൽ നിന്ന് സെപ്പറേറ്റ് ആക്കാൻ പറ്റുമോ? സെപ്പറേറ്റ് ആക്കാൻ പറ്റില്ല. ആ വെള്ളം എന്തായി മാറി? ആ വെള്ളം വീഞ്ഞായി മാറി. അതാണ്, വീഞ്ഞിൽ വെള്ളം ചേർക്കുകയാണ്. ആ വീഞ്ഞും വെള്ളവും കൂടി ഒന്നാകുന്നു. അതായത് the divinity and humanity become one, and divinizing the humanity by the divinity. അതായത് ഓക്കെ, അത് ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് പഠിക്കാനുള്ളത് അതാ. അപ്പോൾ ഈ കവനന്റ് റിലേഷൻഷിപ്പാണ് പ്രയർ എന്ന് മനസ്സിലാക്കുമ്പോൾ അടുത്തത് പഠിക്കാനുള്ളത് 2565 അനന്ത നന്മയും നന്മയായ പിതാവിനോടും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിനോടും പരിശുദ്ധാത്മാവിനോടും ദൈവമക്കൾക്കുള്ള സജീവ ബന്ധമാണ് പുതിയ ഉടമ്പടിയിൽ പ്രാർത്ഥന. സോ ആ ഉടമ്പടിയിൽ, പുതിയ ഉടമ്പടിയിൽ നിന്ന് വരുന്നതാണ് പ്രാർത്ഥന. എന്താണത്? അനന്ത നന്മയായ പിതാവിനോടും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിനോടും പരിശുദ്ധാത്മാവിനോടും ദൈവമക്കൾക്കുള്ള ഇറിവോക്കബിൾ സജീവ ബന്ധം, എ ലിവിങ് റിലേഷൻഷിപ്പ്. അതാണ് പ്രാർത്ഥന. ഇറ്റ് ഈസ് എ റിലേഷൻഷിപ്പ്, ഇറ്റ്സ് എൻ ഇന്റിമസി, ഇറ്റ്സ് എ സ്പൗസൽ യൂണിയൻ. പരിശുദ്ധ രാജകീയ ത്രിത്വത്തിന് മുഴുവനും സമ്പൂർണ്ണ മനുഷ്യചേതനയുമായിട്ടുള്ള ഐക്യമാണ് ദൈവരാജ്യത്തിന്റെ കൃപാവരം. കേട്ടോ, പരിശുദ്ധ രാജകീയ ത്രിത്വം, the divine and most holy Trinity. The grace of the kingdom is the union of the entire holy and royal Trinity with the whole human spirit. മനുഷ്യന്റെ ആത്മാവിലേക്ക് ലയിക്കുന്ന the royal holy Trinity, ആ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായിട്ടുള്ള